നമുക്കിന്നൊരു ഉച്ചൂണിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാൽ ഉച്ചൂണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പും ചീര ഇട്ടിട്ടുള്ള ഇതേപോലത്തെ ഒരു ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പൊന്ന് വേവിക്കുന്നുണ്ട്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കണത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചീരാട്ടെ. ഇതേപോലെ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ട്, സാമ്പാർ ചീര എന്ന് പറയുക ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് നന്നായി കഴുകിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയുണ്ട് ഇങ്ങനെ പരിപ്പിലിടാനാണ്. അപ്പോൾ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് നമുക്ക് ചീരയ്ക്ക് ഏത് ചീരയ്ക്കായാലും അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ പരിപ്പ് ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ചീര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, സുവിധാസ് കുക്കിംഗ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതിലിട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ചൂട് ഓൾറെഡി പരിപ്പിന് ചൂടുണ്ടല്ലോ. അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചിട്ട്, നാളികേരം അരച്ചിട്ട് ഒന്നുമല്ല കേട്ടോ ഇത് വെക്കുന്നത്, സാധാ പോലെയാണ് വെക്കണത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കാച്ചി എടുക്കണം. അപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉള്ളി ചതച്ചതാണ് ആഡ് ചെയ്യണത്. ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂക്കണം കേട്ടോ. വറ്റൽമുളകും അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി കറിവേപ്പില ഞാൻ ആഡ് ചെയ്യണില്ല, ചീരയുള്ള കാരണം. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള പരിപ്പും ചീരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ കിടന്നിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ, നന്നായി തിളയ്ക്കണം. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പം നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ട് ഞാനിവിടെ കടച്ചക്കയും ഇന്ന് മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി ഉണ്ടാക്കി, ചമ്മന്തിയുടെയും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പും വല്ലതും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ ഭയങ്കര ചാറോടുകൂടി വെക്കുന്ന ഒരു കറിയല്ല, ഇത്തിരി കട്ടിയിൽ എടുക്കണം. പരിപ്പും ചീര ഇട്ടിട്ടുള്ള പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പം നാളികേരമൊന്നും ഇല്ലെങ്കിലും വെക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.